ഇന്ത്യൻ വ്യോമസേനയും നാവികസേനയും ആധുനികവൽക്കരിക്കുക, കൂടുതൽ കരുത്താർജിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ ഗവൺമെൻറ് പുതിയ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അതായത് 2000 കോടി രൂപയാണ് പുതിയ ആയുധങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മളിപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ നേവി കൃത്യമായ രീതിയിൽ ഇടപെടാതിരുന്നത്? വലിയ വിമർശനം ഉയർന്നതാണ്. എന്നാൽ നേവിയുടെ തലപ്പത്തുള്ളവർ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കി. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ സജ്ജമായി കടലിൽ നിലയുറപ്പിച്ചിരുന്നു. അവിടെ നിന്ന് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ വിക്ഷേപിക്കാൻ തയ്യാറെടുത്ത് നിന്നിരുന്നു. അതായത് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകൾ, ബ്രഹ്മോസ് മിസൈലുകൾ ഇതെല്ലാം തന്നെ തയ്യാറായിരിക്കുകയായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അറ്റാക്ക് നടത്തിയില്ല? അതായത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം യഥാസമയത്ത് കൃത്യമായ നിർദ്ദേശം നൽകിയില്ല. 1-2 തവണ പറഞ്ഞു, നിങ്ങൾ റെഡി ആയിരുന്നോളൂ, അറ്റാക്കിന് തയ്യാറായിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തയ്യാറായിരുന്നപ്പോൾ പാകിസ്ഥാൻ്റെ കറാച്ചി തുറമുഖമാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. ആ തുറമുഖത്തെ നാമാവശേഷമാക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. പാകിസ്ഥാനിലേക്ക് ആയുധങ്ങളും പണവും എല്ലാം എത്തുന്നത് ഈ കറാച്ചി തുറമുഖം വഴിയാണ്. അതുകൊണ്ടാണ് അവിടം തകർക്കാൻ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആയുധങ്ങളുമായി സുസജ്ജമായി നിന്ന INS വിക്രാന്ത് ഉൾപ്പെടെ എന്തുകൊണ്ട് പിന്നോട്ട് മാറി എന്ന് പറഞ്ഞാൽ, കരയിൽ നിന്നും കടലിൽ നിന്നും ഒരുപോലെ ആക്രമണം നടത്തുന്നു. ഒപ്പം വ്യോമസേനയുടെ ആക്രമണം കൂടി വന്നാൽ ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതെയാകും. അത്രയും കടുത്ത പ്രഹരം ഏൽപ്പിക്കേണ്ട എന്ന് കരുതിയതാകാം. ഇപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ രാജ്യത്തെ സേനകളെ ആധുനികവൽക്കരിക്കാൻ വേണ്ടി മറ്റ് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. DRDOയുമായി ബന്ധപ്പെട്ട പുതിയ ഗവേഷണ പദ്ധതിയുടെ ഫലമായിട്ട് കുശ എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം, അതിൻ്റെ രൂപകൽപ്പന പൂർത്തിയായി. അത് ഏതാണ്ട് പ്രവർത്തന സജ്ജമായി. ആ മാതൃക പരീക്ഷിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് S-500 എന്ന് പറയുന്ന റഷ്യയുടെ ഏറ്റവും അത്യന്താധുനിക വ്യോമ പ്രതിരോധ സംവിധാനത്തോട് കിടപിടിക്കാൻ കഴിയുന്ന തദ്ദേശീയമായ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുങ്ങുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ആകാശമുണ്ട്, D4 ഡ്രോൺ ഡിഫൻസ് സിസ്റ്റമുണ്ട്. ഇതൊക്കെ കൂടാതെയാണ് നമ്മൾ കുശ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ എന്നിങ്ങനെ വിവിധ റേഞ്ചുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം. അതായത് 150 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് പ്രത്യക്ഷപ്പെട്ടാൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, പിന്നെ അതിനെ ഫോളോ ചെയ്യാൻ, ഒടുവിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ, അങ്ങനെ നശിപ്പിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ 300 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ നമ്മൾക്കതിനെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ S-400-നേക്കാൾ ഒരു പടി മുന്നിൽ S-500-നൊപ്പം ഈ രീതിയിലാണ്. അപ്പം സർഫസ് ടു എയർ മിസൈൽ എന്നതാണ് നമ്മുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ 350 കിലോമീറ്റർ ദൂരത്ത് നിന്ന് തന്നെ ഈ ലക്ഷ്യത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് സെൻട്രൽ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് സമുദ്രത്തിൽ നിലയുറപ്പിക്കുന്ന കപ്പലിൽ നിന്ന്, യുദ്ധക്കപ്പലിൽ നിന്നൊക്കെ തന്നെ ഇതിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ കുശ എന്ന് പറയുന്നത് കരയിൽ നിന്ന് മാത്രമല്ല കടലിൽ നിന്നും ആക്രമിക്കാം. നമ്മുടെ കടലോര മേഖലയെ പൂർണ്ണമായിട്ടും സുരക്ഷിതമാക്കാൻ കുശ പ്രതിരോധ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 2022 സുരക്ഷാ കാര്യങ്ങൾക്കുള്ള പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടിയിട്ടാണ് ഈ കുശ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയത്. 2024 ആയപ്പോഴേക്കും 21,700 കോടി രൂപ ഇതിനായിട്ട് അനുവദിച്ചു. അങ്ങനെ നമ്മൾ ഈ കുശ പ്രോജക്റ്റ് വാങ്ങാനായിട്ട് പ്രതിരോധ മന്ത്രാലയം പണം അനുവദിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആകാശ ഭീഷണി ഇപ്പോഴുണ്ടാകുന്നത് മാത്രമല്ല, ഭാവിയിലുണ്ടാകുന്ന അറ്റാക്കിനെ പ്രതിരോധിക്കുക, ഇതുകൂടി ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ കുശ തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ലോകത്തെ മറ്റ് രാജ്യങ്ങളെ മറികടക്കുന്ന രീതിയിൽ നമുക്ക് മുന്നേറാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആകാശ് ഉപയോഗിച്ചാണ് നമ്മൾ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ പ്രധാനമായിട്ടും തകർത്തത്. S-400 നമ്മൾ ഉപയോഗിച്ചു 7-8 തവണ മാത്രമേ ആ ബാറ്ററി ചാർജ് ചെയ്തിട്ടുള്ളൂ. കാരണം അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം നമ്മുടെ തദ്ദേശീയമായി നിർമ്മിച്ച ഈ ആകാശിന് ഇത് സാധിച്ചെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ കുശയിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് 80% കാര്യക്ഷമത ഇപ്പോൾ ഇതിലുണ്ട്. ഇനി അത് 90% വർദ്ധിപ്പിക്കണം. ഒരേ സമയം 2 മിസൈലുകളാണ് വിക്ഷേപിക്കുന്നതെങ്കിൽ 100% ലക്ഷ്യത്തെ തകർക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത്തരത്തിലുള്ള ഒരു നീക്കം നമ്മൾ നടത്തുന്നുണ്ട്. എന്തായാലും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് തയ്യാറാക്കുകയും അത് നേവിക്ക് കൂടി, അതായത് ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് മാത്രമല്ല നാവികസേനയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് അതിനെ മാറ്റുന്നത്. അതാണ് രാജ്യങ്ങളെ ഒന്നാകെ ഞെട്ടിക്കുന്നത്. കാരണം ലോകത്തെ പ്രധാനപ്പെട്ട നാവിക ശക്തികളുമായിട്ടൊക്കെ തന്നെ ഇന്ത്യക്ക് അലയൻസ് ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയുമായിട്ട് നല്ല ബന്ധം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, അമേരിക്കയുമായിട്ട് മോശമല്ലാത്ത ബന്ധമുണ്ട്, ജപ്പാനുമായിട്ടുണ്ട്. ഒപ്പം ഈ പറയുന്ന നാവികസേനയിൽ നിന്ന് പ്രതിരോധ സംവിധാനങ്ങൾ കൂടി, കുശ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് പിന്നെ ലോകത്തെ ഒരു രാജ്യത്തിന്
രാജ്യത്തിനും നമ്മളെ ആക്രമിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കിൽ വെഹിക്കിൾ, അതുപോലെ തന്നെ ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ, ത്രസ്റ്റ് വെക്ടർ എന്നിവയുടെയൊക്കെ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തുന്നു. അതായത് നിലവിലുള്ള മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ മികച്ചതാണ്. എസ് ബാൻഡ് റഡാറാണ്. അതുകൊണ്ട് തന്നെ ലോങ് റേഞ്ച് ബാറ്റിൽ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ താഴ്ന്നു പറന്നു വരുന്ന ക്രൂയിസ് മിസൈലുകൾ മുതൽ വളരെയധികം ഉയരത്തിലുള്ള അറ്റാക്കിംഗ് എയർക്രാഫ്റ്റുകളെ വരെ തകർക്കാൻ ഈ കുശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ നമുക്ക് സാധിക്കും. ഒരു പക്ഷേ മറ്റ് രാജ്യങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിയാത്ത, കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ വ്യോമ പ്രതിരോധ മേഖല, അതുപോലെ തന്നെ നാവിക മേഖലയൊക്കെ തന്നെ ആധുനികവൽക്കരിക്കാൻ വേണ്ടി വലിയ തോതിൽ പ്രതിരോധ ബജറ്റിൽ നമ്മൾ പണം മാറ്റിവെക്കുന്നുണ്ട്. ഇപ്പോൾ 2023-24 കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രതിരോധ ബജറ്റിനായിട്ട് 5.94 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചത്. 2024-25 ആയപ്പോൾ അത് 6.22 ലക്ഷം കോടിയായിട്ട് മാറി. ഏറ്റവും ഒടുവിൽ 2025-26 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് 6.81 ലക്ഷം കോടിയായിട്ട് മാറി. അപ്പോൾ നമ്മൾ ഈ മേഖലയ്ക്ക് വേണ്ടി എത്രത്തോളം പണം ചിലവാക്കുന്നു, എത്രത്തോളം ശക്തമാകാൻ ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊരു രാജ്യത്തെയും അങ്ങോട്ട് ആക്രമിക്കില്ലെങ്കിലും പാകിസ്ഥാനും ചൈനയും പോലെയുള്ള രാജ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്കെതിരെ നിലപാട് സ്വീകരിക്കാമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുശ എന്ന് പറയുന്ന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം അവതരിപ്പിക്കുന്നത്. ഇതിനെ എക്സ്റ്റൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ പ്രിസിഷൻ ഗൈഡഡ് ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം 250 കിലോമീറ്റർ ദൂരപരിധിയിൽ അറ്റാക്ക് ചെയ്യാം, 350 കിലോമീറ്റർ ദൂരപരിധിയിൽ അറ്റാക്ക് ചെയ്യാം, 150 കിലോമീറ്റർ ദൂരപരിധിയിൽ അറ്റാക്ക് ചെയ്യാം. അങ്ങനെ വിവിധ റേഞ്ചുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിലവിൽ ഈ പറയുന്ന 90% ആക്യുറസി എന്നുള്ളത് 100% ആക്കിയാൽ പിന്നീട് ആർക്കും ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം മിസൈൽ ആയിക്കോട്ടെ, ആളില്ലാത്ത വിമാനമായിക്കോട്ടെ, അതുപോലെ തന്നെ ഡ്രോണുകളായിക്കോട്ടെ, ഈ ആക്രമണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ സർഫസ് ടു എയർ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് സാധിക്കുമെന്നാണ് നമ്മൾ ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് ഇന്നറിയപ്പെടുന്നത് റഷ്യയുടെ S-500 ആണ്. അത് ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നിർമ്മിക്കാനൊക്കെ പദ്ധതിയുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇന്ത്യ ആത്മനിർഭർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശീയമായിട്ട് ഇപ്പോൾ ഈ കുശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ നേവിക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ തയ്യാറാണ്. അത് ആ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തി നമ്മുടെ എയർ ഷോയിലും മറ്റും ഇത് ഒരു എക്സിബിഷനൊക്കെ സംഘടിപ്പിക്കുമല്ലോ, അതിൽ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ വിജയകരമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ക്രൂയിസ് മിസൈല്, സ്റ്റെൽത്ത് വിമാനങ്ങൾ, ആളില്ലാത്ത ഡ്രോണുകൾ, വിമാനങ്ങൾ, ഇതിനെയെല്ലാം ഒറ്റയടിക്ക് തകർക്കാൻ, ദൂരെ നിന്ന് കണ്ടെത്താൻ, അതിനെ ഫോളോ ചെയ്യാൻ, അങ്ങനെ എല്ലാ മേഖലയിലും പ്രയോജനകരമായ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വ്യോമ മേഖലയെയും നാവിക മേഖലയെയും കൂടുതൽ കരുത്തുറ്റതാക്കാൻ വേണ്ടി 2000 കോടി രൂപയാണ് ഇപ്പോൾ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. അത്യന്താധുനികമായ ആയുധങ്ങൾ വാങ്ങുക, ഡ്രോണുകൾ വാങ്ങുക, അതുപോലെ തന്നെ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഗവേഷണം മുന്നോട്ട് പോവുക, ഇതൊക്കെയാണ് ലക്ഷ്യം. അപ്പം 5ാം തലമുറ യുദ്ധവിമാനം ഉൾപ്പെടെ നിർമ്മിക്കാൻ നമ്മൾ പദ്ധതി ഇടുമ്പോൾ തന്നെ ഒരു കാരണവശാലും ലോകത്തെ ഒരു രാജ്യത്തിനും നമ്മളെ ആക്രമിക്കാൻ കഴിയാത്ത വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. നിലവിൽ പാകിസ്ഥാനുമായുള്ള ആക്രമണ സമയത്ത് തന്നെ എങ്ങനെയാണ് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിച്ചതെന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടു. ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ പോലും തളർന്നുപോയി, അല്ലെങ്കിൽ അതിന് കഴിയാതെ വന്നു. അയൺ ഡോമിന്, താഡ്, അതുപോലെ തന്നെ ഡേവിഡ് സ്ലിംഗ്, ഇതിനൊക്കെ കഴിയാതെ വന്നപ്പോഴാണ് ചൈന നൽകിയ, തുർക്കി നൽകിയ മുഴുവൻ ആയുധങ്ങളെയും പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ നമ്മൾ പ്രതിരോധിച്ചത്. അതായത് ഒരു മിസൈൽ പോലും, ഒരു ഡ്രോൺ പോലും ഇന്ത്യയിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. അത്രയും കരുത്തുറ്റ വ്യോമ പ്രതിരോധമുള്ള നമ്മൾ കുശ എന്ന് പറയുന്ന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം കൂടി അവതരിപ്പിക്കുന്നതോടെ ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമുള്ള രാജ്യമായി മാറുന്നു എന്ന ഖ്യാതിയിലേക്ക് എത്തുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.